ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങി 24 മണിക്കൂറുകൾ ആകുന്നതേ ഉള്ളൂ. എന്നാൽ 24 മണിക്കൂറല്ല, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയപ്പോൾ മുതൽ കളി തുടങ്ങിയ ഒരാളുണ്ട്. നമ്മുടെ ആദ്യ ബിഗ് ബോസ് മലയാളത്തിലെ മെയിൽ കോമണർ ആയിട്ടുള്ള അനീഷ് ടിയെ. അപ്പം പുള്ളി കയറിയത് മുതൽ ഗെയിം തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇന്നലെ ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് കരുതുന്നു. എന്നാൽ പോലും ഞാൻ ഒന്നുകൂടെ പറയാം, പുള്ളിയാണ് ബിഗ് ബോസ് ഹൗസിൽ ആദ്യം കയറുന്നത്. ആദ്യം കയറുമ്പോൾ നമുക്ക് ബെഡ്റൂമിൽ ഏത് ബെഡ് വേണമെന്നൊക്കെ തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങളുണ്ട്. ബട്ട് ആ സമയത്തൊന്നും പുള്ളി ബെഡും കാര്യങ്ങളും ഒന്നും തിരഞ്ഞെടുക്കുന്നില്ല, സിംഗിൾ ബെഡ് എടുക്കുന്നില്ല. എന്നിട്ട് അത് ഷെയർഡ് ബെഡിൽ പോയി കിടക്കുകയും പിന്നീട് എല്ലാവരും വന്നതിന് ശേഷം കുറച്ച് സൈസുള്ള ആൾക്കാരൊക്കെ ബെഡിൽ കയറി കിടന്നു കഴിയുമ്പം സ്പേസ് ഇല്ലാതെ വരികയും പിന്നീട് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാനുള്ള ശ്രമങ്ങളും അവിടെ ഒരു ചൊറിയാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി വരുന്നു. പിന്നെ നമ്മുടെ അനുമോൾ അതിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ അനുമോളെ സ്ക്രീനിൽ കാണുന്ന എത്രയും സൗന്ദര്യം നേരിട്ട് കാണുമ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അനുമോളെ ചൊറിയാൻ നോക്കുന്നു. കണ്ടസ്റ്റൻസിനുള്ള ലഗേജും അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ പോയി അതിനിടയിലും ചെറിയാൻ നോക്കുന്നു. രാവിലെ ആണെന്നുണ്ടെങ്കിൽ നേരെ ചൊവ്വേ മലയാളം വായിക്കാൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റു കണ്ടസ്റ്റൻസിനുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവരുമായിട്ട് മിണ്ടാതെ നടക്കുന്നു. അതിനിടയിൽ ശാരീരികമായിട്ട് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവരുടെ ഇന്റർവ്യൂവും കാര്യങ്ങളും അത്ര ശരിയല്ല, പ്രേക്ഷകരെ പറ്റിക്കുകയാണ്, നിങ്ങൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇന്റർവ്യൂ നടത്തി നിങ്ങൾ മറ്റുള്ളവരോടും പറഞ്ഞിട്ട് നിങ്ങൾ കാണിക്കുന്ന പ്രകസനങ്ങളും പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ഒരു സ്ക്രിപ്റ്റഡ് അല്ലേ, എന്തിനാണ് ഇങ്ങനെ പ്രേക്ഷകരെ പറ്റിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശാരീരികമായിട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. മൊത്തത്തിൽ ഹൗസിൽ മൊത്തം ആളൊരു പ്രശ്നക്കാരനായി മാറ്റി ഹൗസിലുള്ള എല്ലാവരെയും ഇപ്പൊ നിലവിൽ ഓപ്പോസിറ്റ് ആക്കി നിർത്തിയിരിക്കുകയാണ്. അതായത് സീസൺ 2 രജിത് കുമാർ എന്താണോ ചെയ്തത്, അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി എന്താണോ അവിടെ നടത്തിയത്, അത് വേറൊരു രീതിയിൽ പുള്ളി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രതീഷ് സീസൺ 6 എന്താണോ കാണിച്ചത്, അതാണ് ഇവിടെ നമ്മുടെ അനീഷ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സീസൺ 2 രജിത് കുമാർ ചെയ്തത് പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്തു, പക്ഷേ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുകയും പുള്ളിയുടെ ഒരു സ്ട്രാറ്റജി ഒക്കെ പ്രേക്ഷകർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇവിടെ രതീഷ് ചെയ്ത സീസൺ 6 രതീഷ് ചെയ്ത എല്ലാവരെയും ചൊറിഞ്ഞു വെറുപ്പിച്ച്, പ്രേക്ഷകരെ വെറുപ്പിച്ച് ആകെപ്പാടെ പ്രശ്നമാക്കി ആദ്യ ആഴ്ചയിൽ തന്നെ പുറത്താക്കി. അത് തന്നെയാണ് ഇവിടെ അനീഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പുള്ളിയുടെ ആ ഒറ്റപ്പെടുത്തലും പരിപാടികളും പ്രേക്ഷകർക്കും അങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. കാരണം അനാവശ്യമായിട്ടുള്ള ചൊറിച്ചിലുകളാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഗെയിം സ്ട്രാറ്റജികളും ഐഡിയപരമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള മൂവ്മെന്റ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരും സപ്പോർട്ട് ചെയ്യും. പക്ഷെ മൊത്തത്തിൽ ഒരു ലോജിക് ഇല്ലാത്ത സംസാരവും വെറുതെ ഓരോ മറ്റുള്ള കണ്ടസ്റ്റൻസ് എന്ത് പറയുന്നു അതിന് വെറുതെ ഒരു കാരണവും ഇല്ലാതെ ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിച്ച് മാത്രം അവിടെ പിടിച്ചു നിൽക്കുകയാണ്. ഒരു അറ്റൻഷൻ സീക്കിങ് അല്ലെന്നുണ്ടെങ്കിൽ ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് പുള്ളി എന്താണെങ്കിലും ഗെയിം തുടങ്ങി. പുള്ളിയുടെ ഒരു സ്ട്രാറ്റജി അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. അതായത് കഴിഞ്ഞ ബിഗ് ബോസ് സീസണുകൾ എല്ലാം നല്ലപോലെ സ്റ്റഡി ചെയ്ത് എങ്ങനെ ചെയ്യണമെന്നൊക്കെ സ്റ്റഡി ചെയ്തിട്ടാണ് വന്ന് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര ദിവസം എക്സിക്യൂട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല, പുള്ളിയുടെ പ്ലാനുകളും കാര്യങ്ങളും എന്നാണ് പൊളിയുന്നതെന്നും അറിയത്തില്ല. പക്ഷെ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ പ്രേക്ഷകർ തന്നെ തൂക്കി വെളിയിലെറിയും. കാരണം അത്രയ്ക്കും വെറുപ്പിക്കുന്നുണ്ട്. ബട്ട് ആസ് എ ഗെയിമർ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒന്ന് പഠിച്ചു വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ എല്ലാ കണ്ടസ്റ്റൻസിനെയും ചൊറിഞ്ഞുകൊണ്ടും വെറുപ്പിച്ചുകൊണ്ടുമാണ് ഇരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസും പുള്ളിക്ക് എതിരാണ്. ശരിക്കും 19-20 കണ്ടസ്റ്റൻസ് ഉള്ളതിൽ പുള്ളിയെ മാറ്റി 19 കണ്ടസ്റ്റൻസും പുള്ളിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ ആദ്യ ദിവസം തന്നെ വന്നിരിക്കുന്നത്. ബാക്കി മൊത്തത്തിൽ ഒരു ശോകാവസ്ഥ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ. നമുക്ക് എടുത്തു പറയാവുന്ന അല്ലെങ്കിൽ ഫയർ ആയിട്ടുള്ള കണ്ടസ്റ്റൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വേറെ ഒന്ന് എടുത്ത് കാണിക്കാൻ പോലും ഇല്ല. നമ്മുടെ സീസൺ 6 രതീഷ് വന്നപ്പോൾ ആദ്യ ആഴ്ചയിൽ എന്ത് കാണിച്ചോ ആ ഒരു സെയിം വേയിൽ തന്നെയാണ് അനീഷ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സീസൺ 6 അതേ അവസ്ഥ തന്നെയാണ് സീസൺ 7 ആദ്യ ദിവസങ്ങളിൽ കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഒന്നും തോന്നാനുള്ള ഒരു ഫയർ ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ഒന്നും കാണാനില്ല. വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ബിഗ് ബോസിന്റെ സഹായത്തോടു കൂടി ഈ ഒരാഴ്ചയും അനീഷ് സേഫ് ആയിട്ടുണ്ട്. ക്യാപ്റ്റൻസി ടാസ്കിൽ എല്ലാവരും കൂടെ പണി കൊടുത്തു, പക്ഷെ ബിഗ് ബോസ് എല്ലാവരെയും പറ്റിച്ച് അനീഷിനെ തന്നെ ക്യാപ്റ്റൻ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് കാണുക. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയുക. എങ്ങനെയുണ്ട് കണ്ടസ്റ്റൻസ്, അനീഷിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഈ ഒരു സീസണിലെ ആരൊക്കെയാണ് മികച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്നൊക്കെ ഒരു അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.